മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഇന്നലെ ഉണ്ടായ വഴക്കിന് ശേഷം ആദില, നൂറ, അനുമോൾ ഇവർ 3 പേരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. എന്നാൽ ഇവരുടെ ഇടയിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കാൻ അനീഷ് ശ്രമിക്കുന്നുണ്ട്. അനീഷ് രാവിലെ കുറച്ചധികം നേരം അനുമോളോട് സംസാരിച്ചു. അതിനുശേഷം ആദിലെ വിളിച്ചിരുത്തി സംസാരിക്കുന്നു, ഷാനവാസിനോട് സംസാരിക്കുന്നു, നൂറയോട് സംസാരിക്കുന്നു. എന്നിട്ട് അനീഷ് ആദിലയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, മിണ്ടിക്കൂടെ, ഈ കാര്യങ്ങളൊക്കെ മറന്നു കള എന്ന് പറയുന്നു. ഉടനെ ആദില പറയുന്നത്, ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല, ഞാനും നൂറയും അനുമോളോട് ഫ്രണ്ട്സ് ആയിരുന്നു, പക്ഷേ തിരിച്ച് അവൾ ഇങ്ങോട്ട് അങ്ങനെ ആയിരുന്നില്ല. അവൾ ഇന്നലെ പറഞ്ഞത് എന്ത് കണ്ടിട്ടാണ് ഞാൻ അവളുടെ കൂടെ നിൽക്കുന്നതെന്ന് അവൾക്കറിയാമെന്ന്. എങ്കിൽ അവൾ പറയട്ടെ അത് എന്ത് കണ്ടിട്ടാണെന്ന്. ഉടനെ അനുമോള് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇന്നലെ നൂറ ഞാൻ PR വർക്ക് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞതോ, അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നു. ഉടനെ ആദിലെ നൂറയെ വിളിച്ചു വരുത്തുന്നുണ്ട്. നൂറ പറയുന്നു, ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഇവൾ PR വർക്ക് കൊണ്ടാണ് എന്നെ പേടിക്കാതെ ഇവിടെ നിൽക്കുന്നത്. ഞാനൊരു ഹൗസ് ക്യാപ്റ്റനാണ്. ഞാൻ പറയുന്നത് അനുമോള് അനുസരിക്കുന്ന പോലുമില്ല. എൻ്റെ ക്യാപ്റ്റൻസി കുളമാക്കാൻ അനുമോള് ശ്രമിച്ചു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴും അനീഷ് പറയുന്നുണ്ട്, നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, നിങ്ങൾക്ക് ഇത്രയും ഏജ് ഉണ്ടെങ്കിലും നിങ്ങളിതിലെ കളിച്ച് ചിരിച്ച് നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ്. നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കരുത്. എന്നേക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് 3 പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഇപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ മറന്നിട്ട് നിങ്ങൾ സംസാരിക്കുക, പഴയതുപോലെ മിണ്ട്. ഞാനും ഷാനവാസും ഫ്രണ്ട്സ് അല്ലേ, ഞങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നമുണ്ടായിട്ടുണ്ട്, എന്നിട്ട് ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇരിക്കുവാണോ? അല്ലല്ലോ, ഞങ്ങൾ ഇപ്പോഴും ഫ്രണ്ട്സ് അല്ലേ. ഉടനെ ആദില ചോദിക്കുന്നത്, ഷാനവാസിക്ക എപ്പോഴെങ്കിലും അനീഷേട്ടനോട് പറഞ്ഞിട്ടുണ്ടോ ഷാനവാസിക്കയുടെ ഫെയിം കണ്ടിട്ടാണ് അനീഷേട്ടൻ കൂടെ നിൽക്കുന്നതെന്ന്? ഇല്ലല്ലോ. അനുമോൾക്ക് പഴയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല, ഇനി മിണ്ടാൻ താല്പര്യമില്ല എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. എന്തായാലും നൂറ പറയുന്നത്, ഇനി 2 ആഴ്ച കൂടിയല്ലേ ഉള്ളൂ, അവൾക്ക് ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടാവും, അതാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നാണ്. അനീഷിൻ്റെ മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ട് ഇവരെ 3 പേരെയും വീണ്ടും പഴയ ആ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് കൊണ്ടുവരാൻ. അനുമോളും വലിയ രീതിയിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല, നൂറയും ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. ആദില പിന്നെയും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇതിനു മുമ്പും ഇതുപോലെ വലിയ വഴക്കുകൾ നടന്നിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ഇവർ വീണ്ടും ഫ്രണ്ട്സ് ആകാറുമുണ്ട്. ഇവിടെയും ചിലപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കാം. ഇവിടെ എന്തായാലും ഈ 3 പേരിൽ വാശി കൂടുതൽ അനുമോൾക്കും നൂറയ്ക്കുമാണ്. അനുമോൾക്ക് ഇത്രയും വാശി വരാൻ കാരണം PR കുറിച്ച് നൂറയും ആദിലയും സംസാരിച്ചതാണ്. വേറെ ആര് പറഞ്ഞാലും കുഴപ്പമില്ല, എൻ്റെ ഫ്രണ്ട്സായ എന്നെ ഇത്രയും മനസ്സിലാക്കിയ ഇവർ തന്നെ PR കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞില്ലേ, അത് എനിക്ക് സങ്കടമായെന്നാണ് അനുമോൾ പറയുന്നത്. നൂറയ്ക്ക് ഇത്രയും വാശി വരാൻ കാരണം നൂറയുടെ ക്യാപ്റ്റൻസി അനുമോൾ കുളമാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് നൂറ പറയുന്നത്. ഹൗസ് ക്യാപ്റ്റനായ നൂറ പറയുന്ന കാര്യങ്ങൾ അനുമോള് അനുസരിക്കുന്ന പോലുമില്ല. ആ ഒരു വാശിയാണ് നൂറയ്ക്ക്. എന്തായാലും എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.